നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ ജഗന് കിട്ടണമെങ്കിൽ കുറച്ച് ചെലവുണ്ട് സാറേ. നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ ഇരക്കാൻ വന്നതാണെന്ന്. ജഗൻ ഇതുവരെ പോവാറായില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? ജഗൻ ഇതുവരെ പോയില്ലേന്ന്. ഞാനിവിടെ നിൽക്കുന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഞാനത് നിങ്ങളോടെല്ലാം പറഞ്ഞതുമാണ്. അത് നടത്തിയെടുക്കാതെ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇത് സെക്രട്ടേറിയറ്റ് നടയും പഞ്ചായത്ത് ഓഫീസൊന്നും അല്ല ധർണയും സത്യാഗ്രഹമൊക്കെ നടത്താൻ. ജഗൻ വലിയ രാഷ്ട്രീയക്കാരനായിരിക്കും. അടിയും പിടിയും റോഡിൽ കിടന്ന് നടത്തുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ മതി, ഇവിടെ ചെലവാവില്ല. ജഗൻ വലിയ അഭ്യാസം ഇറക്കാതെ മര്യാദയ്ക്ക് പോവാൻ നോക്ക്. കണ്ടില്ലേ അയൽവക്കക്കാര് കാഴ്ച കാണാൻ നിൽക്കുന്നത്? ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം നാണക്കേട് ജഗനായിട്ട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് മതിയാക്കി പൊയ്ക്കൂടെ? ഞാനായിട്ടൊരു കുടുംബത്തിന് അപമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് തന്നെ പരിഹാരം ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ജഗൻ, നീ ചെയ്തു കൂട്ടിയത് നിസ്സാരമായൊരു തെറ്റല്ല. ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ നീ കളിച്ചത്. നിന്റെ അനിയത്തിക്കാണ് ഈ ഗതി വന്നതെങ്കിൽ നീ സഹിക്കൂ? പഴയ MLA കുറുപ്പിന്റെ മോനാണെന്നുള്ള അഹങ്കാരവും ഇപ്പോഴുള്ള രാഷ്ട്രീയ സ്വാധീനമൊന്നും ഫലം ചെയ്തൊന്നും വരില്ല. അതുകൊണ്ട് അധികം ഞെളിയാൻ നിൽക്കാതെ പോവാൻ നോക്ക്. അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ചിട്ട് പട്ടിക്ക് പിന്നെ മുറുമുറുപ്പെന്ന് പറഞ്ഞ പോലെയായി. ജഗൻ, പ്രകാശേട്ടന്റെ സ്വഭാവം ജഗൻ അറിയാത്തതുകൊണ്ടാ. കലി ഇളകിയ പിന്നെ പിടിച്ചാ കിട്ടില്ല. പിന്നെ അടിയും വെട്ടും കുത്തും ബഹളവും ഒക്കെ ആവും. അതുകൊണ്ട് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാനെങ്കിലും ജഗൻ ഒന്ന് പോവാൻ നോക്ക്. ജഗനെന്താ പറഞ്ഞാ മനസ്സിലാവില്ലേ? എന്നാ പിന്നെ വരാനുള്ളത് അനുഭവിക്കാം, അത്ര തന്നെ. ജഗന്റെ ഇപ്പോഴത്തെ അവസ്ഥ സാറിനറിയാമോ? അറിയില്ല. അവൻ ഞങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ട്. മുറ്റത്ത് ഒരു വെയിലത്താണ്. ഒരേ നിൽപ്പ വന്ദനയും കൊണ്ടേ പോകൂ എന്ന പിടിവാശിയിലവൻ. എന്നെ തുലയ്ക്കാൻ പറന്നവൻ, കുടുംബദ്രോഹി. സ്വന്തം മകനായി പോയി, അല്ലെങ്കിൽ ഒറ്റ ചവിട്ട് ഞാൻ തീർത്തനെ. ഒരു രാഷ്ട്രീയ നേതാവിന് രക്തബന്ധം എങ്ങനെയൊക്കെ വലിഞ്ഞു മുറുകി ശ്വാസം മുട്ടിക്കാം, ആ അവസ്ഥയിലാണ് ഞാനിപ്പോ. അതെനിക്കറിയാം. ജഗനെ വെറുക്കാവുന്നതിന്റെ പരമാവധി വെറുത്തിരിക്കുക വന്ദന. ഈ അവസ്ഥയാണ് മുതലെടുക്കേണ്ടത്. തനിക്ക് ജന്മം ജഗനെ വേണ്ട എന്ന നിലപാടിൽ വന്ദനയെ ഉറപ്പിച്ച് നിർത്തണം. സഹോദരനായി ഞാൻ മനസ്സ് വെച്ചാൽ അത് നടക്കും. വന്ദനയുമായി യാതൊരു ബാധ്യതയില്ലാത്ത തരത്തിൽ ജഗനെ ഞാൻ തിരിച്ചു തന്നേക്കാം. സാറിനത് പോരെ? ജഗൻ വന്ദനയുടെ കഴുത്ത് താലി കെട്ടി, അത്രയല്ലേ ഉള്ളൂ. അവരൊരുമിച്ചൊരു ജീവിതം ആരംഭിച്ചിട്ടില്ലല്ലോ. എനിക്ക്
ജഗനെ തിരിച്ചു കിട്ടിയാൽ മതി. എത്രയും പെട്ടെന്ന് അവനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ചോളാം. അങ്ങനെ ജഗനെ കിട്ടണമെങ്കിൽ കുറച്ച് ചെലവുണ്ട് സാറേ. നിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നീ ഇരക്കാൻ വന്നതാണെന്ന്. പണം എത്ര വേണോ തന്നേക്കാം, കാര്യം നടന്നിരിക്കണം. ഇല്ലെങ്കിൽ നീ കുളം കണ്ടോ? ഇതെനിക്ക് കുളിക്കാൻ മാത്രമുള്ളതല്ല, എനിക്കിട്ട് പണി തരുന്നവനെ ചവിട്ടി താഴ്ത്താനും കൂടെ ഉള്ളതാ. ഈ പ്രകാശ് ഒരു കാര്യമേറ്റാലേ അതേറ്റാ സാറേ. വന്നോ? വന്നു. അത് മതി, നിന്നെ കൊണ്ടതിന് പറ്റും. അല്ല അതെന്താ സാറേ അങ്ങനെ ഒരു പറച്ചില്? ഈ രാഷ്ട്രീയക്കാരുടെ ഇടയില് ഒരു ചൊല്ലുണ്ട്, അവസരവാദിക്കാണ് അവസരമെന്ന്. കാറ്റുള്ളപ്പോ തൂറ്റുക എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അല്ല മനസ്സിലായില്ല. അവസരം നോക്കി നീ ശത്രുവിന്റെ വീട്ടിൽ വരെ കയറി വന്ന് പണത്തിന്റെ ഡീൽ ഉറപ്പിച്ചില്ലേ, അതേ ഉദ്ദേശിച്ചുള്ളൂ. മിടുക്കനാ നീ, മിടുക്കൻ. എന്നാ പ്രകാശം ചെല്ല്. ഓ ശരി സാർ. ഓ വന്ദന, അവളെ ഇല്ലാതാക്കണം. അതിന് ഇവൻ തന്നെയാ ബെസ്റ്റ്. നീ ആരെയും നോക്കുന്ന? ജഗനങ്കിളിനെ. വന്ദനമ്മ, ജഗനങ്ങൾ എന്തിനാ വെയിലത്ത് തന്നെ നിൽക്കുന്നത്? വെയില് കൊണ്ടാ ക്ഷീണിച്ചു പോവില്ലേ പാവു അങ്കിള്? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന? ജഗനങ്കിള്, നീ വേഗം പോയിരുന്ന് പഠിക്കാൻ നോക്കിക്കേ. ചെല്ല്, പോ. അവളുടെ ഒരു ജഗനങ്കിൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.